Hi children. Molecular basis of inheritance എന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ക്ലാസ് ആണത് കേട്ടോ. an ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. നോക്കൂ, ഈ ലേഡി എന്താണ് ഈ ആളോട് പറയുന്നത്? അല്ലേ, 25 വർഷം കഴിഞ്ഞ് ഒരാൾ വന്നിട്ട് ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ എന്താ പിന്നെ അവർക്ക് ചോദിക്കാൻ പറ്റുക? ജസ്റ്റ് എ DNA സാമ്പിൾ ടു മേക്ക് ഷുവർ ഇറ്റ് സ്റ്റിൽ യു. വൈ DNA ഫിംഗർ പ്രിൻറ്റിംഗ് is a unique one. It is same for every cell, tissue, blood, but it is different from one individual with the other, but same in identical things. That process of comparing DNA of a two person is DNA fingerprinting. Now, what is the definition of DNA fingerprinting? It is a quick way to compare the DNA sequences of two individuals. രണ്ട് ഇൻഡിവിജ്വലിൻ്റെ DNA കമ്പയർ ചെയ്യാനുള്ള ഒരു യുണീക്ക് ക്വിക്ക് വേ അസസ്മെൻ്റ് ആണ് DNA ഫിംഗർ പ്രിൻറ്റ് ഫോർ കമ്പയറിങ് DNA. എന്തിനെ ബേസ് ചെയ്തിട്ടാണ് കമ്പയർ ചെയ്യുക? Here the difference in repetitive DNA sequences of two persons is identified and compared based on repetitive DNA sequence. ഇപ്പോൾ ഒരു പുതിയ ടേം കൂടെ നമുക്ക് പരിചയമുണ്ട്, വരുന്നുണ്ട്, repetitive DNA sequence. നോക്കാം. We know that DNA fingerprinting is an applied that field of human genome project that is based on DNA polymorphism. That human genome project എന്താണ് പറഞ്ഞത്? 99.9% of base pair among human is same. എല്ലാവരും തമ്മിൽ 99.9%ഉം സെയിം ആണ്. ബട്ട് വി ഡിഫർ 3 മില്യൺ ബേസ് പെയർസ്. ഈ 3 മില്യൺ ബേസ് പെയർസ് എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഹ്യൂമൻ ജീനോമിൽ സ്ഥിതി ചെയ്യുന്നത്? അതിനെ നമ്മൾ പഠിക്കുമ്പോഴാണ് we got the point DNA polymorphism. The difference in DNA sequences among individuals is called DNA polymorphism. അപ്പോൾ ഈ DNA polymorphism കൊണ്ടാണ് നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടായേക്കുന്നത്. ഈ DNA പോളിമോർഫിസത്തിനുള്ള DNA സീക്വൻസസ് കമ്പയർ ചെയ്യാനുള്ള DNA സീക്വൻസസ് എവിടെ നിന്നാണ് കിട്ടുക? ദാറ്റ് ഇറ്റ് ഈസ് കളക്റ്റഡ് ഫ്രം a particular sites called repetitive DNA sites. That is, that certain sequences are repetitively present along the length of DNA. That are the special sites called repetitive DNA sites. From that the sequences need for comparison is taken. അതിൽ തന്നെ റെപ്പറ്റേറ്റീവ് DNA സൈറ്റിൽ തന്നെ കുറച്ചുകൂടി കൂടുതൽ ഡിഗ്രി ഓഫ് റെപ്പറ്റീഷൻ കാണിക്കുന്ന സൈറ്റാണ് സാറ്റലൈറ്റ് DNA എന്ന സൈറ്റ്. റെപ്പറ്റേറ്റീവിൽ തന്നെ ഉള്ള കൂടുതൽ ഡിഗ്രി ഓഫ് വേരിയേഷൻ കാണിക്കുന്ന സൈറ്റിനെ സാറ്റലൈറ്റ് DNA. സാറ്റലൈറ്റ് DNA തന്നെ പലതരമുണ്ട്. അതിൽ ഏറ്റവും റെലവൻ്റ് ആയിട്ട് DNA ഫിംഗർ പ്രിൻറ്റിങ്ങിന് യൂസ് ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് റെപ്പറ്റേറ്റീവ് സാറ്റലൈറ്റ് DNA ഈസ് VNTR, വാരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ്. അപ്പം നമ്മൾ കുറച്ച് ടേംസ് അവിടെ പറഞ്ഞു. ആദ്യം പറഞ്ഞ എന്താ? DNA പോളിമോർഫിസം. DNA സീക്വൻസ് തമ്മിലുള്ള വ്യത്യാസത്തിന് കാരണം ഓരോരുത്തരും തമ്മിലുള്ള വ്യത്യാസത്തിന് കാരണം DNA പോളിമോർഫിസ് ആണ് എന്ന് പറഞ്ഞു. What is DNA polymorphism? Definition പറഞ്ഞാൽ it is simply variation at a genetic level. DNA polymorphism is variation at a genetic level. അപ്പോൾ ആ വേരിയേഷൻ എത്രത്തോളമാണ് നമ്മളതിനെ ഒരു പോളിമോർഫിസം എന്ന ലെവലിലേക്ക് ആ വേരിയേഷനെ പറയുക? If a inheritable mutation is observed in a population at a high frequency, that is frequency greater than 0.01, it is referred to as DNA polymorphism. DNA polymorphism is due to difference in DNA sequences among individuals, and how that difference is occurred due to mutation, and the mutation which are heritable as well as having a frequency greater than 0.01, then that type DNA sequences
are referred as the result of DNA polymorphism. ഇനി ഈ തരം മ്യൂട്ടേഷൻ ഇത്രയ്ക്കധികം വേരിയേഷൻ കാണിക്കുന്ന പോപ്പുലേഷനിൽ ഡിഗ്രി ഓഫ് വേരിയേഷൻ കാണിക്കുന്ന ടൈപ്പ് മ്യൂട്ടേഷൻ വല്ലവർക്കും ഒരെണ്ണം ഉണ്ടായി അങ്ങനെയല്ല, ഇത്രയും വേരിയേഷൻ കാണിക്കുന്ന മ്യൂട്ടേഷൻ എവിടെയാണ് നടക്കുക? ദാറ്റ് ഈസ് ഒക്കേർഡ് ഇൻ നോൺ കോഡിങ് DNA സീക്വൻസസ്. അവിടെ നടക്കണം. കോഡിങ് സീക്വൻസിൽ മ്യൂട്ടേഷൻ നടന്നാൽ അത് നമുക്കറിയാം പല അസുഖങ്ങളാണ് ഉണ്ടാക്കുക, ജെനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടാക്കും. അപ്പോൾ ആ ഇൻഡിവിജ്വല് പിന്നെ എക്സിസ്റ്റ് ചെയ്യില്ലല്ലോ, അടുത്ത ജനറേഷനിലേക്ക് അതിന് കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ദ മ്യൂട്ടേഷൻ ഇഫ് ഒക്കർ which shows high degree of mutation and that is occur in the non-coding DNA sequences. അപ്പോൾ എന്താ കാര്യം? that may cause no intermediate effect. അപ്പോൾ വലിയ എഫക്റ്റ് ഉണ്ടാക്കില്ല. മാത്രമല്ല ദാറ്റ് ഈസ് നോട്ട് പ്രൊഡ്യൂസ് എനി ഇനാബിലിറ്റി ഫോർ റീപ്രൊഡക്ഷൻ. ഹെൻസ് ദാറ്റ് മ്യൂട്ടേഷൻസ് ആർ ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് ജനറേഷൻസ്. അങ്ങനെ അടുത്ത ജനറേഷനുകളിലേക്ക് പോകുമ്പോൾ ആ മ്യൂട്ടേഷൻ കീപ്പ് ഓൺ എക്യുമുലേറ്റിംഗ്, അടുത്തതിൽ അതിങ്ങനെ എക്യുമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ദിസ് റിസൾട്ട്സ് അങ്ങനെ കുറേ ജനറേഷൻസിൽ അത് എക്യുമുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫൈനലി എ ന്യൂ സ്പീഷീസ് മേ ഇവോൾവ്, ദാറ്റ് ഈസ് സ്പീസിയേഷൻ, ആൻഡ് ദാറ്റ് കോസ് ആസ് ദ വൺ കോസ് ഓഫ് എവല്യൂഷൻ. സ്പീസിയേഷൻ കൊണ്ടാണ് എവല്യൂഷൻ നടക്കുക എന്ന് നിങ്ങൾ പിന്നീട് പഠിക്കും. അപ്പോൾ പരിണാമം തന്നെ നടക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, മനുഷ്യനും എയ്ഡ്സും തമ്മിൽ കുറച്ചധികം നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ്സിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ പോളിമോർഫിസാണ്, DNA പോളിമോർഫിസാണ്. വെൻ കമ്പയർ ദ DNA സീക്വൻസ് ഓഫ് മാൻ ആൻഡ് എയ്പ്പ്, നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ് സീക്വൻസിൽ വ്യത്യാസമുണ്ട്. ഈ ഒരു വ്യത്യാസം വന്നത് ഒരു ലാർജ് മ്യൂട്ടേഷൻ അതിൽ നടന്നിട്ടാണ്. എയ്ഡ്സിൻ്റെ റിപ്രൊഡക്റ്റീവ് സെല്ലിൽ അങ്ങനെ ഒരു മ്യൂട്ടേഷൻ നടന്നപ്പം ആ ഗാമേറ്റ് അടുത്ത ഗാമേറ്റ് വഴി ഫ്യൂസ് ചെയ്ത് വീണ്ടും എയ്ഡ്സ് ഉണ്ടാവുമ്പോൾ ആ ഡിഫറൻസസ്, ആ പോളിമോർഫിസം നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അത് ആ പോപ്പുലേഷനിൽ, എയ്ഡ്സിൻ്റെ ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷനിൽ ഹൈ ഫ്രീക്വൻസിയിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായപ്പോൾ ആൻഡ് ദാറ്റ് വേരിയേഷൻ ഈസ് എക്യുമുലേറ്റഡ് ഇൻ ജനറേഷൻസ്, ദെൻ ലേറ്റർ മാൻ ഈസ് ഇവോൾവ്ഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ ഉണ്ടായത് എയ്ഡ്സിൽ നിന്ന് ഇങ്ങനെ ഈ DNA പോളിമോർഫിസം എക്യുമുലേറ്റ് ചെയ്ത് ഉണ്ടായതാണ് എന്ന് ഒരു തിയറി പറയുന്നു. അപ്പോൾ ആ ഒരു സിഗ്നിഫിക്കൻസ് കിട്ടിയല്ലോ DNA പോളിമോർഫിസം. അങ്ങനെയാണ് എവല്യൂഷന് തന്നെ കാരണമാകുന്നത്. ഇനി ഈ DNA പോളിമോർഫിസം നമ്മൾ പറഞ്ഞു, ഇറ്റ് ക്യാൻ ഇൻഹെറിറ്റ് ഫ്രം പാരന്റ് ടു ഓഫ്സ്പ്രിങ് ആൻഡ് സെയിം ഡിഗ്രി ഓഫ് പോളിമോർഫിസം ഈസ് പ്രസന്റ് ഇൻ ഓൾ സെൽസ്. നമ്മുടെ എല്ലാ സെല്ലിലും, ടിഷ്യൂല്, ബ്ലഡിൽ, എല്ലാത്തിലും സെയിം ആയിരിക്കും ഡിഗ്രി ഓഫ് പോളിമോർഫിസം. പക്ഷേ ഡിഗ്രി ഓഫ് പോളിമോർഫിസം ഓരോ ഇൻഡിവിജ്വലിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഒരേ ആളുടെ പോലെ ആയിരിക്കില്ല അടുത്ത ആൾക്ക്. ഇറ്റ് ഈസ് ഇൻഡിവിജ്വലി ഡിഫറെൻറ്റ്. ഈ ഒരൊറ്റ പോയിന്റുമ്പോൾ പിടിച്ചിട്ടാണ് DNA കമ്പയർ ചെയ്യുന്നത് ഇൻ DNA ഫിംഗർ പ്രിന്റിങ്. അങ്ങനെ വരുമ്പോൾ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് DNA പോളിമോർഫിസം? ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഇപ്പോൾ RFLP, VNTR, STR, ദെൻ SNP എന്നൊക്കെ പറഞ്ഞു. അതിൽ ഈ SNP നോക്കൂ, നമ്മൾ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൽ പഠിച്ചില്ലേ, സ്നിപ്സ് എന്ന സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം. അതിൽ കണ്ടോ ഒരൊറ്റ ബേസിലുള്ള വ്യത്യാസം, രണ്ട് DNA തമ്മിൽ ഒറ്റ ബേസിൽ. കാരണം പോപ്പുലേഷനിൽ കൂടുതൽ പേരിലും 94% ഇങ്ങനെയാണ് ന്യൂക്ലിയോടൈഡ് എങ്കിൽ ഒരു 6% ആ ജിക്ക് പകരം വേറെ ഒരു തൈമീൻ ആണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പോളിമോർഫിസം വന്നു. ഈ ടൈപ്പ് DNA അല്ല, ഈ ടൈപ്പ് DNA. ഇറ്റ് ഈസ് സിംഗിൾ ന്യൂക്ലിയോടൈഡിൽ ഡിഫറൻസ് ഉള്ള പോളിമോർഫിസം. ദാറ്റ് ഈസ് കോൾഡ് സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം ഓർ സ്നിപ്സ്. അതുപോലെ വേറൊന്നാണ് വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ് ആസ് വെൽ ആസ് ഷോർട്ട് ടേം ടാൻഡം റിപ്പീറ്റ്സ് എന്ന് പറയും. ദാറ്റ് ഈസ് STR. അപ്പോൾ ഈ VNTR, STR ഇത് ഒരു ടൈപ്പ്. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഈ സീക്വൻസ് ഇത് ഒരൊറ്റ ബേസിലാണ് വ്യത്യാസമെങ്കിൽ ഇവിടെ കുറച്ചധികം ബേസുകൾ വേറെ ആളുകളിൽ ഈ ബേസ് സീക്വൻസ് അല്ല എന്ന്, അത് വ്യത്യാസം ഉണ്ടാവും. മാത്രമല്ല ഈ സീക്വൻസ് ഉണ്ടല്ലോ, അതിപ്പോൾ ഇത്രയും ഈ സീക്വൻസ് ആണ് ഈ ഒരു പോർഷനേക്ക്, അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തേക്കുക. എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു? 4 ടൈംസ്. ഇവിടെ 5 ടൈംസ്, ഇവിടെ 6 ടൈംസ്, ഇവിടെ 3 ടൈംസ്.
അപ്പോൾ VNTR, ദ വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ് എന്ന് പറയുന്നത് ആ നമ്പർ എത്ര പ്രാവശ്യമാണ് റെപ്പിറ്റീഷൻ്റെ നമ്പർ ദാറ്റ് ഈസ് വേരീസ് ഫ്രം വൺ ഇൻഡിവിജ്വൽ ടു അതർ ഇൻഡിവിജ്വൽ. പിന്നെ VNTRും STRും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ VNTRിലെ വേരിയേഷൻ വളരെ വ്യത്യാസമാണ്, വളരെയധികം. ഇവർക്ക് ഷോർട്ട് ടാൻഡം റിപ്പീറ്റ് ആണ്. VNTR കുറേ അധികം വ്യത്യാസമുണ്ട്. അതായത് 5 to 1000, 100 അല്ല 1000 ടൈംസ് വരെ തന്നെ VNTRിൽ വ്യത്യാസമുണ്ട്. അപ്പം നമ്മളിവിടെ 6, 3, 5 എന്നൊക്കെ പറഞ്ഞുള്ളൂ, അത് ഹൺഡ്രഡ്സ് വരെ വ്യത്യാസം കാണാം, അല്ലെങ്കിൽ തൗസൻഡ്സ് കാണാം, ഈവൻ 2000 ടൈംസ് വരെയും വ്യത്യാസം വരും ഈ VNTR പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ റെപ്പിറ്റേറ്റീവ് DNA, സാറ്റലൈറ്റ് DNA എന്നൊക്കെ പറഞ്ഞിട്ട് ടേംസ് പഠിച്ചു. അവിടെ നിന്നാണ് ഈ DNA സീക്വൻസ് ഇപ്പം നമ്മൾ പറഞ്ഞ VNTR എന്ന ആ ഒരു കണ്ടന്റിനെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് ഈ ഒരു പോയിന്റിൽ നിന്നാണ്. അതെന്താണെന്ന് ഒന്നുകൂടി നോക്കാം കേട്ടോ. ദാറ്റ് ഈസ് അപ്പോൾ നമ്മൾ ക്രോമസോമിനെ നമ്മൾ സ്റ്റഡി ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു യൂക്രോമാറ്റിൻ റീജിയൻ, ഹെട്രോക്രോമാറ്റിൻ റീജിയൻ. റിമെമ്പർ ദാറ്റ് ഈസ് ഹെട്രോക്രോമാറ്റിൻ റീജിയൻസ് ആർ certain darkly stained region. അവിടെ കാണുന്ന ജീൻസ് ആർ നോട്ട് പ്രോബബിളി എന്ത് ചെയ്യില്ല എക്സ്പ്രസ്. ബട്ട് ദ യൂക്രോമാറ്റിൻ റീജിയൻസ് ആർ ലൂസിലി അറേഞ്ച്ഡ് റീജിയൻ where the codons or the expressive codons are present. അപ്പൊ എവിടെയാണോ ആ ഹെട്രോക്രോമാറ്റിൻ റീജിയൻ കാണുന്നത് അവിടെയാണ് സാധാരണ ഹെട്രോക്രോമാറ്റിൻ റീജിയനിലാണ് ഒട്ടും എക്സ്പ്രസ് ചെയ്യാത്ത DNA സീക്വൻസുകളെ കാണാം. ആ സീക്വൻസുകൾ കാണുന്നതിനെ സാറ്റലൈറ്റ് DNA എന്ന് പറയും. അപ്പൊ സാറ്റലൈറ്റ് DNA സാധാരണ ഒക്യുപ്പൈ ചെയ്യുക ഈ ടീലോമിയറിലും സെൻട്രോമിയറിലും ഒക്കെയാണ്. എന്നാൽ ഇതിൻ്റെ ഈ ഇടയിലുള്ള സ്ഥലത്ത് അവിടെ തന്നെ കുറച്ച് ഹെട്രോക്രോമാറ്റിനും യൂക്രോമാറ്റിനൊക്കെ ഇവിടെയും കാണാം. അപ്പൊ ഇവിടെ കാണുന്ന ഈ റീജിയനിലാണ് റെപ്പിറ്റേറ്റീവ് DNA കൂടുതൽ കാണുക. സെൻട്രോമിയറിലും ടീലോമിയറിലും കാണുന്ന DNA കണ്ടന്റിലാണ് സാറ്റലൈറ്റ് DNA കാണുക. പിന്നെ വേറൊന്ന് റെപ്പിറ്റേറ്റീവ് DNA എന്ന് വെച്ചാൽ എന്താ, സെയിം സീക്വൻസ് ഓഫ് ബേസസ് ആർ റിപ്പീറ്റഡ് സെവറൽ ടൈം. ഒരേ സീക്വൻസ് നമ്മൾ നേരത്തെ കണ്ടല്ലോ, ഒരേ സീക്വൻസ് തന്നെ കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം. ഇതേ പാറ്റേൺ തന്നെയാണ് സാറ്റലൈറ്റ് DNAയിലും. അതിലും സെയിം സീക്വൻസ് ഈസ് റിപ്പീറ്റഡ് സെവറൽ ടൈംസ് തന്നെയാണ്. എന്ന് വെച്ചാൽ സാറ്റലൈറ്റ് DNA ഈസ് എ ടൈപ്പ് ഓഫ് റെപ്പിറ്റേറ്റീവ് DNA. പിന്നെ എന്ത് തമ്മിലുള്ള വ്യത്യാസം, ദാറ്റ് ഇവിടെ റെപ്പിറ്റേറ്റീവ് DNAയിൽ കാണുന്ന ആ റിപ്പീറ്റ് ചെയ്യുന്ന സീക്വൻസുകൾ ടാൻഡമിലി കാണാം. അതായത് എന്താ പറയുക, ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കാണാം, 1 by 1 ആയിട്ട് അറേഞ്ച് ചെയ്ത് കാണാം. അതോടൊപ്പം തന്നെ ഇന്റർസ്പേഴ്സ്ഡും കാണാം. എന്ന് വെച്ചാൽ അത് അറേഞ്ച് ചെയ്ത് കാണാം, അതിൻ്റെ അടുത്ത് തന്നെ എക്സ്പ്രസ് ചെയ്യുന്ന സീക്വൻസ് കാണാം, പിന്നെയും അതിനെ കാണാം, എക്സ്പ്രസ് ചെയ്യുന്ന സീക്വൻസിനെ കാണാം. അപ്പൊ റെപ്പിറ്റേറ്റീവ് DNA അതിനിടയിൽ വേറെ ആരെ കാണാം, ഇന്റർസ്പേഴ്സ്ഡ് വിത്ത് normal DNA which having expressive codons. അതാണ് റെപ്പിറ്റേറ്റീവ് DNA എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ വരുന്നത് റെപ്പിറ്റേറ്റീവ് DNA ആണ്, പക്ഷേ ഇവിടെ കാണുന്ന DNAയുടെ ഇടയിൽ എന്ത് കാണില്ല, എക്സ്പ്രസീവ് കോഡോൺസ് കാണില്ല. അതുകൊണ്ട് ദേ ആർ സാറ്റലൈറ്റ് DNA as well as they in that position that the repetitive DNA are arranged one after another. ഇങ്ങനെ അടുത്തടുത്ത് അത് ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓർഡറിൽ ഇങ്ങനെ കാണും. എത്ര പ്രാവശ്യം കാണുമോ അതൊക്കെ ഒരുമിച്ച് കൂടെ കാണും. അതുകൊണ്ടാണ് അതിനെ സാറ്റലൈറ്റ് DNA എന്ന് പറയുന്നത്. കിട്ടിയില്ല. ഇനി സാറ്റലൈറ്റ് DNA തന്നെ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്, മൈക്രോ സാറ്റലൈറ്റ് എന്നും മിനി സാറ്റലൈറ്റ് എന്നും. സാറ്റലൈറ്റ് DNA നമ്മൾ പറഞ്ഞല്ലോ, സാറ്റലൈറ്റ് DNA ഈസ് ഡിവൈഡഡ് ഇൻറ്റു മൈക്രോ ആൻഡ് മിനി സാറ്റലൈറ്റ് അക്കോർഡിംഗ് ടു എന്തിൻ്റെ ബേസിലാണ്, ബേസ് പെയർ റേഷ്യോ. അതിൽ അഡിനൈൻ തൈമീൻ ആണോ കൂടുതൽ, സൈറ്റോസിൻ ഗ്വാനൈൻ കോമ്പോസിഷൻ ആണോ കൂടുതൽ, ആ ബേസ് പെയർ റേഷ്യോ നോക്കിയിട്ടും ലെങ്ത് ഓഫ് സീക്വൻസ് 5 ബേസ് ഉള്ളതാണോ 10 ബേസ് ഉള്ളതാണോ ആ ലെങ്ത് നോക്കിയിട്ടും, അതുപോലെ നമ്പർ ഓഫ് റിപ്പീറ്റഡ് ബേസസ് നമ്മൾ പറഞ്ഞല്ലോ, 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു, 100 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു, ദാറ്റ് ഈസ് നമ്പർ ഓഫ് റെപ്പിറ്റീഷൻ. അതിനെ നോക്കിയിട്ടും ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു മൈക്രോ ആൻഡ് മിനി സാറ്റലൈറ്റ്. അപ്പോൾ മിനി സാറ്റലൈറ്റ് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വളരെ കുറച്ച് നമ്പറെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ, അപ്പോൾ അതിൻ്റെ ലെങ്ത് വളരെ കുറച്ചായിരിക്കും.
എന്നാൽ നമ്പർ ഓഫ് റെപ്പിറ്റീഷൻ കൂടുതലുമായിരിക്കും. ദാറ്റ് ഈസ് മിനി സാറ്റലൈറ്റ്. അപ്പോൾ മിനി സാറ്റലൈറ്റിൽ വരുന്ന ഒരു ടൈപ്പ് റെപ്പിറ്റേറ്റീവ് DNA ആണ് എന്ത്, VNTR, വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ്. നോക്കൂ, ഇവിടെ ഒരു വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എത്ര ബേസ് ആണ് റിപ്പീറ്റ് ചെയ്തത്? അതെ, 4 ബേസ് ആണ് റിപ്പീറ്റ് ചെയ്തത്, GATA. അത് തന്നെ ഇങ്ങനെ ആവർത്തിച്ച് വന്നേക്കാം. അതിൻ്റെ റെപ്പിറ്റീഷൻ നോക്കൂ, ആദ്യത്തെ 2 DNA കണ്ടന്റിൽ 8 റിപ്പീറ്റ് ആണെങ്കിൽ താഴത്തേൽ നമുക്ക് 9 റിപ്പീറ്റ് കാണാം. ഇവിടെ നോക്കൂ, കുറേ റിപ്പീറ്റേഷൻ കാണുന്ന വേറൊരു ഡയഗ്രം കൂടി തന്നിട്ടുണ്ട്. അപ്പൊ നമ്പർ ഓഫ് റെപ്പിറ്റേഷൻ ഇസ് ഡിഫറെന്റ് ഇൻ ഡിഫറെന്റ്, ദാറ്റ് വേരിയബിലിറ്റി ഈസ് വെരി ഡിഫറെന്റ്. അത് ഡിഫറൻസ് വേരീസ് ഫ്രം 0.1 to 20 kb and from individual to individual. And again the chromosome of a same person, different chromosomes of same person. അതായത് ക്രോമസോം 1-ൽ കാണുന്ന റെപ്പിറ്റേഷൻ ആവില്ല ക്രോമസോം 7-ൽ കാണുന്നത്. അപ്പൊ ക്രോമസോം നമ്പറിലെ ഓരോ ക്രോമസോമിൽ തന്നെ അതിന്റെ നമ്പർ ഓഫ് റെപ്പിറ്റേഷൻ ഡിഫറെന്റ് ആയിരിക്കും. അത്രയും കാര്യങ്ങൾ കൊണ്ട് the VNTR is very apt for DNA comparison study. What is DNA comparison study? That is the DNA fingerprinting. Which are the steps of DNA fingerprinting? നോക്കൂ, ഈ സ്റ്റെപ്പുകളിൽ ഇതിന്റെ പേരുകൾ നല്ല പോലെ ഓർഡറിൽ കിട്ടണം. പറയുകയാണെങ്കിൽ ഇതിന്റെ ആദ്യത്തെ അക്ഷരങ്ങൾ വെച്ചിട്ട് നിങ്ങളൊരു സെന്റൻസ് ഉണ്ടാക്കി വെച്ചോളൂ. ഇപ്പോൾ ID കാർഡ് സ്കൂളിൽ കുട്ടികൾ ഇടില്ലേ, ID കാർഡ് ഇടാത്ത സ്റ്റുഡൻറ്റ് ഹെഡ് മിസ്ട്രസ് പിടിക്കും. അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ ഓർഡർ കിട്ടും. What is I? Isolation of DNA from cell samples. Isolation of DNA from cell samples. ഏത് സെല്ലായിക്കോട്ടെ അതിൽ നിന്ന് DNA ഐസൊലേറ്റ് ചെയ്യുക. കുറച്ച് റിയാജൻസ് ഒക്കെ ആഡ് ചെയ്ത് അതിനെ ഗ്രൈൻഡ് ചെയ്ത് അങ്ങനെ കുറേ ടെക്നിക്സ് ഒക്കെ നടത്തുമ്പോഴാണ് അതിൽ നിന്ന് DNA മാത്രമായിട്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുക. ദാറ്റ് ഈസ് കോൾഡ് ഐസൊലേഷൻ ഓഫ് DNA ഫ്രം സെൽ സാമ്പിൾ. അങ്ങനെ കിട്ടിയ DNA എന്ത് ചെയ്യണം? ഡൈജസ്റ്റ് ബൈ റിസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. റിസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില പോയിന്റിൽ മുറിക്കുന്ന DNA മുറിക്കുന്ന എൻസൈമുകളാണ് റിസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. അത്തരം എൻഡോന്യൂക്ലിയേസ് വെച്ച് അതിനെ കട്ട് ചെയ്യുന്നു, റിസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. അപ്പൊ ചെറിയ പീസായി. ഇപ്പൊ അത് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, വീണ്ടും അതിനെ സിംഗിൾ സ്റ്റാൻഡേർഡും ആക്കും. Then separation of DNA by gel electrophoresis. Separate. Gel electrophoresis ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രുമെന്റ് ആണ്. അതൊരു പർട്ടിക്കുലർ പൊസിഷനിൽ DNA സാമ്പിൾ ഒരു ചെറിയ കുഴി പോലെ ആക്കിയിട്ട് അതിനകത്ത് ആ DNA സാമ്പിൾ ഇട്ടിട്ട് ഹൈ ഇലക്ട്രിക് കറണ്ടിൽ ഇത് റൺ ചെയ്യിക്കുമ്പം DNA സാമ്പിളിന് നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ അത് പോസിറ്റീവ് പോയിന്റിലേക്ക് അത് ഇങ്ങനെ മൂവ് ചെയ്യും. പക്ഷെ അതിൻ്റെ ലെങ്ത്തിനനുസരിച്ച്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതിൻ്റെ ലെങ്ത് ഒക്കെ ഡിഫറെൻ്റ് ആണ് എന്ന്. അപ്പോൾ ആ ലെങ്ത്തിനനുസരിച്ച് അതിൻ്റെ മൂവ്മെൻറ്റ് വ്യത്യാസമായിരിക്കും. അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് സെപ്പറേഷൻ ഓഫ് DNA. നമ്മൾ ഒന്ന് മുറിച്ചപ്പോൾ പല കഷ്ണങ്ങളായിട്ടുണ്ടാവേ, അതിൻ്റെ ലെങ്ത് ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ലെങ്ത്തിനനുസരിച്ച് അതിനെ സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്നറിയോ? DNA എക്സ്ട്രാക്ട് ചെയ്യുന്നത് ആ പർട്ടിക്കുലർ റീജിയനിൽ നിന്നാണ് കേട്ടോ. ഏത് സാറ്റലൈറ്റ്, ഏതാ ടീലോമിയർ, സെൻട്രോമിയർ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ആ പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് എടുത്താൽ കൂടുതൽ മിനി അതിലുള്ള സാറ്റലൈറ്റ് DNA കിട്ടും. അതിൽ നിന്ന് തന്നെ കുറച്ചും കൂടി തിരഞ്ഞെടുത്താൽ മിനി സാറ്റലൈറ്റ് കിട്ടും. അതിൽ നിന്ന് കുറച്ചുകൂടി തിരഞ്ഞെടുത്താൽ VNTRന് പറ്റിയ VNTR ആൾക്കാരെ കിട്ടും. വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ്. വളരെയധികം വേരിയബിലിറ്റി റിപ്പറ്റീഷനിൽ കാണിക്കുന്ന DNA ഫ്രാഗ്മെന്റുകളെ തന്നെ നമുക്ക് കിട്ടും. അതിനെയാണ് പിടിച്ചിട്ട് എന്ത് ചെയ്തേക്കണത്? സെപ്പറേറ്റ് ദീസ് ജെൽ ഇലക്ട്രോഫോറസിസ്. ഇപ്പൊ ഇത് ഒരു ജെല്ലിന്റെ അകത്താണ്, അതിൽ നിന്ന് നമുക്ക് അതിനെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് അതിന്റെ മീതെ ഒരു നൈട്രോസെല്ലുലോസ് മെമ്പറൈൻ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിനെ ഒരു ഓവനിൽ വെച്ചിട്ടോ അങ്ങനെ അതിനെ ഒരു പ്രത്യേക പ്രോസസ്സ് നടത്തും. അതിന് പറയുന്ന പേരാണ് സതേൺ ബ്ലോട്ടിങ്. നമ്മൾ ഒപ്പിയെടുക്കുക എന്ന് പറയില്ലേ, ബ്ലോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ജെല്ലിലുണ്ടായ ആ സീക്വൻസ് അതേ ഓർഡറിൽ ഈ നൈട്രോസെല്ലുലോസ് മെമ്പറൈനിലേക്ക് കയറും. ബൈൻഡിങ് ഓഫ് നൈട്രോസെല്ലുലോസ് മെമ്പറൈൻ. പിന്നീട് അതിനെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ VNTR പ്രോബ് എന്ന ഒരു പെർട്ടിക്കുലർ
റേഡിയോ ആക്ടിവിറ്റി ലാബിൾഡ് VNTR അത് അവൈലബിൾ ആണ്. ആ VNTR പ്രോബ് ഇട്ട ഒരു സൊല്യൂഷനിലേക്ക് ഈ നൈട്രോസെല്ലുലോസ് മെമ്പറൈനെ ഇൻക്യുബേറ്റ് ചെയ്യാൻ കൊടുക്കും. അങ്ങനെ ഇൻക്യുബേറ്റ് ചെയ്യുമ്പോൾ ഈ VNTR പ്രോബ് സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്, റേഡിയോ ആക്ടിവിറ്റി ലേബിൾഡ് ആണ്. അപ്പോൾ നമ്മളുടെ ഈ നൈട്രോസെല്ലുലോസിൽ കയറിയ VNTR ഇതിന് കമ്പാറ്റിബിലിറ്റി ഉണ്ടെങ്കിൽ ദാറ്റ് VNTR, ബോത്ത് VNTR പ്രോബ് ആൻഡ് VNTR ഫ്രാഗ്മെന്റ്സ് ദേ ഹൈബ്രിഡൈസ്ഡ്, അത് ഹൈബ്രിഡൈസ് ചെയ്യും. അതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ്, ഹൈബ്രിഡൈസേഷൻ വിത്ത് VNTR പ്രോബ്. എന്നിട്ട് ആ നൈട്രോസെല്ലുലോസ് മെമ്പറൈൻ അതിൽ നിന്ന് എടുത്തിട്ട് ഒരു എക്സ്റേ ഫിലിമിലേക്ക് അതിനെ എക്സ്റേ കടത്തിവിട്ട് വെക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബാൻഡിങ് പാറ്റേൺസ് കിട്ടും. അപ്പോൾ ഡിറ്റക്ട് ഹൈബ്രിഡൈസ്ഡ് DNA, ഹൈബ്രിഡൈസ് ചെയ്തോ, റേഡിയോ ആക്ടിവിറ്റി ഉണ്ടോ, ഹൈബ്രിഡൈസ്ഡ് ചെയ്തോ എന്ന് ഒരു ഓട്ടോ റേഡിയോഗ്രഫി എക്സ്റേ വെച്ച് കണ്ടെത്തുമ്പോൾ കറക്റ്റായിട്ട് ബാൻഡിങ് പാറ്റേൺ കിട്ടും. അപ്പോൾ ദേ ഒരു ആളെ കിട്ടി, സാമ്പിൾ ഉണ്ട്, വേറൊരാളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സാമ്പിളിനോട് മാച്ച് ഈ റൈറ്റിലെയാണോ ലെഫ്റ്റിലെയാണോ, ഓക്കെ, ആ കമ്പയർ ചെയ്യുമ്പോൾ എക്സാക്ട് മാച്ച് ഉള്ളത് നോക്കി അത് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. ദ DNA സാമ്പിൾ ഓഫ് 2 persons can easily compare. അപ്പോൾ വിച്ച് ആർ ദ ടെക്നിക്സ്, സ്റ്റെപ്സ്? ഐസൊലേഷൻ, ഡൈജഷൻ, സെപ്പറേഷൻ, ട്രാൻസ്ഫറിങ്, ഹൈബ്രിഡൈസേഷൻ, ഡിറ്റക്റ്റിംഗ്. ടേം പ്രത്യേകിച്ച് ഓർക്കുക, സീക്വൻസ്. ഓക്കെ, DNA സാമ്പിൾ എടുത്തു, കട്ട് ചെയ്തു, റിസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് വെച്ചു, മുറിച്ചു, ജെൽ ഇലക്ട്രോഫോറസിസിൽ കൊടുത്തു, നൈട്രോസെല്ലുലോസ് മെമ്പറൈനിലേക്ക് ഒപ്പിയെടുത്തു, ദെൻ ഹൈബ്രിഡൈസ് ചെയ്തു, ദെൻ ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് അണ്ടർ എക്സ്റേ ഫോട്ടോഗ്രാഫി ഫീലിംഗ്. ഇനി എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻസ്? DNA ഫിംഗർ പ്രിന്റിംഗ് ആപ്ലിക്കേഷൻസ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ബയോളജിക്കൽ എവിഡൻസ്. ഓക്കെ, ആൻഡ് സ്ട്രാൻഡ്സ് ഓഫ് DNA ക്യാൻ ബി ഫൗണ്ട് ഓൺ ഹെയർ ഓർ ബ്ലഡ്. എന്തിലും കാണും അത്. അപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും ആ ഒരു സിംഗിൾ സെല്ല് കിട്ടിയാൽ മതി. നമുക്കറിയാം PCR വെച്ചിട്ട് അത് എത്ര കോപ്പീസ് വേണമെങ്കിലും ഉണ്ടാക്കാം. പോളിമറൈസ് ചെയിൻ റിയാക്ഷനിൽ നമ്മുടെ DNA റെപ്ലിക്കേഷൻ അതൊക്കെ നടത്തി കുറേയധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കാനായിട്ട് പറ്റും. അങ്ങനെ ആ DNA എടുത്ത് DNA ഫിംഗർ പ്രിന്റിങ് വെച്ച് അത് കമ്പയർ ചെയ്യാം. അപ്പോൾ ആ ബാൻഡിങ് പാറ്റേൺ വെച്ച് കമ്പയർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ക്രോമസോം 12ഉം 16ഉം എടുത്തിട്ടാണ് ഇവിടെ കമ്പാരിസൺ നടത്തിയേക്കുന്നത്. ഓക്കെ, ഇനി DNA ഫിംഗർ പ്രിന്റിങ് യൂസ്ഡ് ഇൻ ഫോറൻസിക്, അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ക്രൈം സിറ്റുവേഷനിലൊക്കെ അങ്ങനെ കമ്പയർ ചെയ്യാൻ കാരണം VNTR ഷോസ് വേരിയേഷൻ ഫ്രം പേഴ്സൺസ് ടു പേഴ്സൺ. ഓരോരുത്തരിലും VNTR വളരെയധികം വ്യത്യാസം കാണിക്കും. ആൻഡ് DNA ഫിംഗർ പ്രിന്റിങ് ഈസ് യൂസ്ഡ് ഇൻ പെറ്റേണിറ്റി ഓർ മെറ്റേണിറ്റി. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അമ്മമാരുടെ കാരണം കുഞ്ഞുങ്ങളെ അമ്മമാരുടെ അടുത്ത് നിന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ പാരന്റ് അച്ഛനാണോ എന്ന് തെളിയിക്കുന്ന പരിശോധനകൾ നമുക്ക് വളരെ, അമ്മയാണോ എന്ന് അറിയാനുള്ള പരിശോധനകളും ഇന്നത്തെ കാലത്ത് അത് വളരെ പ്രയോജനപ്രദമാണ് ഈ ടെസ്റ്റ്. അപ്പോൾ ടെസ്റ്റിംഗ് VNTR എന്താ കാരണം? വൈ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദിസ് ടൈപ്പ് ടെസ്റ്റിംഗ്? ബിക്കോസ് VNTR ആർ ഹെറിറ്റബിൾ, ദാറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം ജനറേഷൻസ് ടു ജനറേഷൻ. അപ്പോൾ ഹെറിറ്റബിൾ ആണ്. It is show high degree of variation. That is why it is used in identifying a person. And it is also used in other, the determining population. ഏത് പോപ്പുലേഷനിൽ പെട്ടതാണ്, ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് കാണുന്ന ആ സ്പീഷീസിനല്ലേ പോപ്പുലേഷൻ എന്ന് പറയുക. അപ്പോൾ ഇത് ഇവിടെ ഉള്ളതല്ല, ഇവിടെ ഉള്ളതാണ് എന്നൊക്കെ ഉറപ്പിക്കുന്നത് DNA ഫിംഗർ പ്രിന്റിങ്. ജെനറ്റിക് ഡൈവേഴ്സിറ്റി, അത് ആ ഒരു പർട്ടിക്കുലർ സ്പീഷീസിൽ പെട്ടോ ഇല്ലേ എന്നറിയാൻ, ഹെറിഡിറ്ററി ഡിസീസസ് കണ്ടുപിടിക്കാൻ. പിന്നെ ഈ ഒരു കാര്യം നിങ്ങൾ വളരെ ഇപ്പോൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, ഓരോ ദുരന്തങ്ങൾ, ഡിസാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ വിക്ടിമിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്. പിന്നെ ആൻസിസ്ട്രി ഐഡൻറ്റിഫിക്കേഷൻ, നമ്മളുടെ പൂർവികർ ഈ ലോകത്ത് എവിടെയൊക്കെ ഉണ്ട്, എത്രത്തോളം നമ്മൾ അവരുമായിട്ട് റിലേറ്റഡ് ആണ് എന്നൊക്കെ കണ്ടെത്താൻ ഈ ടെസ്റ്റിംഗ്, ദാറ്റ് ഈസ് ഡിഫറെൻ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് DNA ഫിംഗർ പ്രിന്റിങ്. എന്നാൽ എൻ്റെ മക്കളെ, DNA ഫിംഗർ പ്രിന്റിങ്ങും നമ്മുടെ കൈവിരലിൻ്റെ പ്രിന്റിങ് ഇല്ലേ, ഫിംഗർ പ്രിന്റിങ്,
ഐഡന്റിക്കൽ ട്വിൻസ് നോക്കി കഴിഞ്ഞാൽ അവർക്ക് സെയിം DNA ആയിരിക്കും, പക്ഷെ അവരുടെ ഫിംഗർ പ്രിന്റിങ്, കയ്യിലെ രേഖ വ്യത്യാസമായിരിക്കും. എന്തായിരിക്കും കാരണം? അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ എപ്പിജെനറ്റിക്സ്, അതായത് എൻവയൺമെന്റ് ഹാവിങ് എ റോൾ അല്ലേ. നമ്മളുടെ ജെനറ്റിക്സ്, ജീൻസ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന വെറും ഒരു തോക്ക് മാത്രമാണ്. നമ്മളെ നിയന്ത്രിക്കുന്നത് കൂടുതലും നമുക്ക് നമ്മുടെ എക്സ്പ്രഷൻസിനെ കൺട്രോൾ ചെയ്ത് അതിൽ വഴി കെമിക്കൽ മാർക്കേഴ്സ് കൊണ്ടുവന്ന് നമ്മളുടെ ആ എക്യുമുലേഷൻ ഓഫ് കെമിക്കൽ മാർക്കേഴ്സ് അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് നല്ല ഒരു ലൈഫ് ഉണ്ടാക്കാൻ പറ്റും എന്ന് നമ്മൾ എപ്പിജെനറ്റിക്സിൽ പഠിച്ചു. അത് തന്നെയാണ് ഇവിടെ. ഈ ഓരോ കുഞ്ഞും ഐഡന്റിക്കൽ ടിന്നാണെങ്കിൽ കൂടി അവരുടെ സെയിം DNA, സെയിം ജെനറ്റിക് ബ്ലൂ പ്രിന്റ്, പക്ഷെ അവരുടെ ഫിംഗർ പ്രിന്റ് ഈസ് ഡിഫറെന്റ് ബിക്കോസ് ദെയർ എൻവയൺമെന്റൽ കണ്ടീഷൻ ഇൻ മദേഴ്സ് വോം, അമ്മയുടെ ഗർഭപാത്രത്തിൽ അത് എത്രത്തോളം അവിടുത്തെ പ്രഷർ, അവിടുത്തെ മൂവ്മെന്റ്, വിരലുകൾ അനക്കാൻ പറ്റിയിട്ടുള്ള പ്രോബബിലിറ്റീസ്, അതൊക്കെ അവരെ നിയന്ത്രിക്കും. അവരുടെ ഫിംഗർ പ്രിന്റിങ്ങിലെ വ്യത്യാസം അങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ജസ്റ്റ് ഒരു ചെറിയൊരു റിവിഷൻ കേട്ടോ. എന്താ വെച്ചാൽ ഈ മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഇത്തിരി ടഫ് പേപ്പറാണ്. എന്ന് വെച്ചാൽ കുറേ ഡിഫറെൻറ്റ് പോയിന്റ്സ് ആയതുകൊണ്ട് ഞാനിവിടെ നിങ്ങൾക്ക് 21 ഡയഗ്രംസ് കോൺസെപ്റ്റ്സും പറയണം. ഇതിൻ്റെ ഓരോന്നിൻ്റെയും പേര് നിങ്ങൾ നിങ്ങളുടെ നോട്ടിൽ എഴുതി വെച്ച് അതിൽ കൂടെ ഒരു ഇടയ്ക്കിടയ്ക്ക് ആ പോയിന്റ്സ് വെച്ചൊന്ന് ഓർത്ത് നോക്കുക. മാത്രമല്ല ഈ പോയിന്റ്സ് വരുന്ന ഈ പിക്ചേഴ്സ് ഉണ്ടല്ലോ, ഇതിൻ്റെ പിക്ചർ നിങ്ങളുടെ ബുക്കിൽ ഒരു ചെറിയ ആൽബം പോലെ ഉണ്ടാക്കുക. എന്നിട്ട് വെറുതെ ഇടയ്ക്കുള്ള നേരങ്ങളിൽ നിങ്ങൾ വെറുതെ അതൊന്ന് മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. എങ്കിലേ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ അടുപ്പിച്ച് അതൊരു കുറച്ച് ദിവസം ചെയ്താൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാകും. നോക്കാം. വാട്ട് ഈസ് ദിസ്? ദ ന്യൂക്ലിയോസൈഡ്, ന്യൂക്ലിയോടൈഡ്, പിന്നെ ഡൈ ന്യൂക്ലിയോടൈഡ്, then it turn into polynucleotide chain, 2 polynucleotide chain, spirally twisted DNA. അപ്പോൾ ഇത് വരച്ച് വെക്കണം കേട്ടോ. ന്യൂക്ലിയോസൈഡ്, ന്യൂക്ലിയോടൈഡ്, പിന്നെ DNA-യുടെ സ്ട്രക്ചർ. ദെൻ യു സ്റ്റഡി ദ പാക്കിംഗ് ഓഫ് DNA എന്നൊരു സംഭവം ഈ പിക്ചർ കണ്ടാൽ ഏത് സമയത്തും നമുക്ക് ഓർമ്മ വരണം, ന്യൂക്ലിയോസോം. ഇത് യൂകാരിയോട്ടിലാണ്. അപ്പോൾ പ്രോകാരിയോട്ടിൽ ഇതിന് പകരമായിട്ട് എന്താ പഠിച്ചത്? ന്യൂക്ലിയോയിഡ്, ന്യൂക്ലിയോസോം. അപ്പോൾ ഇത് വെച്ച് അതും കൂടി ഓർക്കണം. ഈ ഒരു പിക്ചർ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ദാറ്റ് ഈസ് ഹിസ്റ്റോൺ, ഒക്ടാമർ, ഹിസ്റ്റോൺ, H1 ഹിസ്റ്റോൺ, ന്യൂക്ലിയോസോം, ഓർക്കുക. ദാറ്റ് DNA പാക്കിംഗ്. പിന്നെ വന്നത് ദ സെൻട്രൽ ഡോഗ്മ, വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. സെൻട്രൽ ഡോഗ്മ മോളിക്കുലർ ബയോളജി, ഫ്രം DNA to RNA, from RNA to protein, transcription, translation, replication. Then the genetic, search for genetic material. അവിടെ എന്താ? സെർച്ച് ഫോർ ജെനറ്റിക് മെറ്റീരിയൽ, ഗ്രിഫിത്ത് എക്സ്പെരിമെൻറ്റ്, ഓവറി, മക്ലിയോഡ്, മെക്കാർത്തെ. എന്താണ് അവർ കണ്ടുപിടിച്ചത്? DNA ഈസ് ദ ജെനറ്റിക് മെറ്റീരിയൽ. ആദ്യം ഗ്രിഫിത്ത് കണ്ടുപിടിച്ചത് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ, പിന്നീട് DNA ഈസ് ദ ജെനറ്റിക് മെറ്റീരിയൽ. ദെൻ ഹെർഷേഡ് ചേസ് എക്സ്പെരിമെൻറ്റ്. ഈ പാഠം കാണുമ്പോൾ അപ്പോൾ ഓർക്കണം, ഹെർഷേഡ് ചേസ് എക്സ്പെരിമെൻറ്റ്. ദാറ്റ് ഈസ് പ്രൂവ് that DNA is the genetic material. Then we study difference between DNA and RNA and which one is the better and first genetic material. ഈ ഒരു പിക്ചർ വെച്ച് ഡിഫറൻസും ബെസ്റ്റും ഫസ്റ്റും ജെനറ്റിക് മെറ്റീരിയൽ പഠിക്കാം. Then DNA replication, that is semi conservative mode of DNA replication. DNA-യുടെ ഈ മെത്തേഡ് എല്ലാ എക്സാമിനും കൂടുതൽ പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. അത് പ്രൂവ് ചെയ്തതാണ് മീസൽസൺ ആൻഡ് സ്റ്റാൾ എക്സ്പെരിമെൻറ്റ്. ഓർക്കണം, നൈട്രജൻ ഡെൻസിറ്റി വെച്ചിട്ട് അതിൻ്റെ ഹെവി, ഹൈബ്രിഡ്, ലൈറ്റ് അല്ലേ, ഇവിടെ 2 ചെയിൻ ഉണ്ട്. അപ്പോൾ 2 ടൈപ്പ് ഡെൻസിറ്റിയുള്ള DNA. അതായത് മീസൽസൺ ആൻഡ് സ്റ്റാൾ എക്സ്പെരിമെൻറ്റ് ടു പ്രൂവ് DNA replicated semi conservatively. ഈ എക്സ്പെരിമെൻറ്റ് അതെന്തിനാണ്, ആരാണ്, അങ്ങനെയൊക്കെ അതിൻ്റെ കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പഠിച്ചു വെച്ചിരിക്കും. ദെൻ ഈ ഫിഗർ കണ്ട് എന്താ ഓർക്കുക? യെസ്, ഇറ്റ് ഈസ് DNA replication.
ഇതും റെപ്ലിക്കേഷൻ തന്നെ, പക്ഷെ ഇതിൽ റെപ്ലിക്കേഷൻ നടക്കുന്ന സ്ഥലം കറക്റ്റായിട്ട്. അപ്പം അതിൻ്റെ പേരെന്താ? റെപ്ലിക്കേഷൻ ഫോർക്ക്. റെപ്ലിക്കേഷൻ ഫോർക്ക് കാണിക്കുമ്പോൾ നമുക്ക് ഇവിടെ ലീഡിങ് സ്ട്രാൻഡ്, ലാഗിങ് സ്ട്രാൻഡ് എല്ലാം ഓർമ്മ വരണം. ഓക്കെ, ദെൻ എൻസൈംസ്, DNA പോളിമറേസ്, ലിഗേസ്, രണ്ട് എൻസൈമിൻ്റെ റോളും. ഒപ്പം യൂകാരിയോട്ടിക്, പ്രോകാരിയോട്ടിക് റെപ്ലിക്കേഷൻ. റെപ്ലിക്കേഷൻ ഫോർക്ക് കുറേ ഉണ്ട്. ഇവിടെ ആകെ 2 റെപ്ലിക്കേഷൻ ഫോർക്കാണ്, സിംഗിൾ ORI ആണ് എന്ന് നമ്മൾ പഠിച്ചത്. ഇനി വരുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. DNA RNA ഉണ്ടാവുന്ന പ്രക്രിയ ട്രാൻസ്ക്രിപ്ഷൻ. അതിനൊരു എല്ലാ സ്ഥലത്തു നിന്നും DNA എന്ന് ഉണ്ടാവില്ല, ഒരു പർട്ടിക്കുലർ പോർഷനിൽ നിന്ന് ഉണ്ടാവുള്ളൂ. അതിൻ്റെ പേരെന്താ? ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. അപ്പം അതിൻ്റെ പാർട്സ് കണ്ടില്ലേ? പ്രൊമോട്ടർ, സ്ട്രക്ചറൽ ജീൻ, ടെർമിനേറ്റർ, അത് പഠിച്ചേക്കണം. പിന്നെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന ഈ ഒരു ഫിഗർ എപ്പോഴും ഓർമ്മയിൽ നിർത്തണം. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ എന്താ? RNA പോളിമറൈസ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് RNA ഉണ്ടാവും. DNA ടെംപ്ലേറ്റിനനുസരിച്ച് ഉള്ള ന്യൂക്ലിയോടൈഡ് സീക്വൻസ് RNA ആയിട്ട് വരുന്ന പ്രക്രിയയാണ് ട്രാൻസ്ക്രിപ്ഷൻ. വ്യത്യാസമാകെ RNAയിൽ യുറാസിൽ. ഇത്രയും കാര്യം കൂടി ഇതിൽ ഓർക്കും. ഇനി ഈ ഒരു ഫിഗർ എന്താ? ട്രാൻസ്ക്രിപ്ഷൻ ഇൻ പ്രോകാരിയോട്ട് ആൻഡ് യൂകാരിയോട്ട്. കുറേ വ്യത്യാസങ്ങൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇത് DNA റെപ്ലിക്കേഷൻ തമ്മിൽ, ഇത് ട്രാൻസ്ക്രിപ്ഷൻ തമ്മിലുള്ള വ്യത്യാസം. അതിൽ വരുന്നൊരു പ്രധാന വ്യത്യാസമാണത്. ഈ സംഭവം എന്താ? RNA പ്രോസസ്സിങ്, സ്പ്ലൈസിങ്, കാപ്പിംഗ്, ടെയിലിംഗ്, RNA പ്രോസസ്സിങ്, മെച്ചുറേഷൻ. ഹെട്രോജീനസ് RNA മെച്ചുർ RNA ആയി മാറും. ഈ RNAയിലാണ് എല്ലാ ന്യൂക്ലിയോടൈഡ് സീക്വൻസും ഉള്ളത് ഫോർ ദ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ. അതുകൊണ്ട് ഇതിനെ പറയുന്ന പേര്, ഈ 3 ബേസ് ചേർന്നാൽ ഒരു കൊഡോൺ, 1 കൊഡോൺ കോഡ് ഫോർ 1 അമിനോ ആസിഡ്. അതിനെയാണ് എന്ത് പറയുക? ജെനറ്റിക് കോഡ്. ജെനറ്റിക് കോഡ്, ജെനറ്റിക് ഡിക്ഷണറി, ഇമ്പോർട്ടൻ്റ് ഫീച്ചേഴ്സ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ഫീച്ചേഴ്സ് പഠിച്ചിട്ടുണ്ടായി നമ്മളൊരു ഇൻഡക്ഷൻ കുക്കർ എന്നൊക്കെ പറഞ്ഞിട്ട്. ദെൻ tRNA. ഈ ഫിഗർ കണ്ട അപ്പോൾ ഓർക്കണം, tRNA ഒരറ്റത്ത് അമിനോ ആസിഡ്, ഒരറ്റത്ത് കൊഡോൺ, ആൻറ്റി കൊഡോൺ, 3 unpaired bases which is complementary to the codon of mRNA. And here it carry amino acid which code for that particular codon. That is tRNA. That is why it is called adapter molecule. ഇത്രയും കാര്യം ഓർക്കുക. ഇനി ഈ പിക്ചർ എന്താ? RNA ഉണ്ടായി ഇങ്ങനെ, RNA കൂടെ ആര് പോവും? റൈബോസോം ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ആര് പുറത്തേക്ക് വരും? ദ അമിനോ ആസിഡ്. ഈ അമിനോ ആസിഡ് ഉണ്ടാക്കുക, അതായത് പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ടാക്കുക. അപ്പോൾ പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ടാക്കുന്ന പ്രോസസ് ട്രാൻസ്ലേഷൻ, പ്രോട്ടീൻ സിന്തസിസ്. അപ്പോൾ സെൻട്രൽ ഡോഗ്മ കഴിഞ്ഞു കേട്ടോ. ദെൻ ദ എക്സ്പ്രഷൻ ഓഫ് ജീൻ ആൻഡ് ഇറ്റ്സ് റെഗുലേഷൻ. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ലാക്കോപ്പറോൺ. അപ്പോൾ ലാക്കോപ്പറോണിനെ നിയന്ത്രിക്കുന്ന ഒരു റിപ്രസർ പ്രോട്ടീൻ ഉണ്ട്. ആ റിപ്രസർ പ്രോട്ടീൻ നോട്ട് അലൗഡ് ടു ജോയിൻസ് വിത്ത് ദ ഓപ്പറേറ്റർ വെൻ lactose is present in the medium. Then RNA polymerase move freely through the structural gene and all the enzymes are synthesized for the digestion of lactose. That is lactoperon. It is a repressor protein negatively controlled, and if lactose is present, it positively control the lactoperon. Then human genome project. നമ്മൾ പഠിച്ചല്ലോ human genome project. അതിൻ്റെ മെത്തേഡ്സ്, സീക്വൻസ് അനോട്ടേഷൻ, എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്, ഇമ്പോർട്ടൻ്റ് ഫീച്ചേഴ്സ്, സാലിയൻ്റ് ഫീച്ചേഴ്സ് എല്ലാം ഒക്കെ. അപ്പോൾ ആ സീക്വൻസുകൾ എടുത്ത് അനോട്ടേറ്റ് ചെയ്യുക കമ്പ്യൂട്ടറിൻ്റെ ഇതിൽ. അങ്ങനെ ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാഞ്ച് തന്നെ ഉണ്ടായി ജീനോം സീക്വൻസ് വെച്ചിട്ട് പ്രൊജക്റ്റിന് ശേഷം. ദെൻ DNA ഫിംഗർ പ്രിൻറ്റിങ്. അങ്ങനെ സീക്വൻസ് വഴിയാണ് മനസ്സിലായത് DNA പോളിമോർഫിസം. എല്ലാ DNAയും ഒരേപോലെയല്ല, വളരെ വ്യത്യാസമുണ്ട്. അത് തന്നെ സാറ്റലൈറ്റ് DNAയിലെ, മിനി സാറ്റലൈറ്റ് DNAയിലെ VNTRലാണ് ഏറ്റവും കൂടുതൽ വേരിയേഷൻ, ഡിഗ്രി ഓഫ് ഡിഫറൻസ് ഉള്ളത്. അപ്പോൾ VNTRനെ വെച്ചിട്ടാണ് 2 പേഴ്സൺസിൻ്റെ DNA കമ്പയർ ചെയ്യുന്നത്. And the steps of DNA fingerprinting. Alec Jeffrey, the scientist who first introduced DNA fingerprinting. Okay. Thus we have completed the portion molecular basis of inheritance. This reveals all chemistry of our life.
hope you all understand that. Thank you, children.